ഇന്ന് നമുക്ക് ഒരു സെന്റൻസ് പരിശോധിക്കാം. ഇപ്പോൾ ഇവിടെ ഒരു മലയാളം സെന്റൻസ് തന്നിട്ടുണ്ട്. ഈ മലയാളം സെന്റൻസ് എങ്ങനെയാണ് ഇംഗ്ലീഷിലേക്ക് മാറുന്നതെന്നും ഇവിടെ ഒരു സെന്റൻസ് മാറ്റി തന്നിരിക്കുന്നത് അത് ശരിയാണോ എന്നും അതല്ല തെറ്റാണെങ്കിൽ അതെങ്ങനെ ശരിയാക്കാമെന്നും ഗ്രാമറിന്റെ സഹായത്തോടുകൂടി നമുക്ക് പരിശോധിക്കാം. അപ്പോൾ ഇവിടെ വന്നിരിക്കുന്ന സെന്റൻസ് മീറ്റിംഗ് പുനഃക്രമീകരിക്കുമോ എന്നെനിക്ക് അറിയില്ല. അതായത് രണ്ട് കൊളീഗ്സ് ഉണ്ട്, ഒരു കമ്പനിയിൽ വർക്ക് ചെയ്യുന്നവര്. അതിലൊരാള് പുറത്തു നിന്നുകൊണ്ട് ഓഫീസിലേക്ക് വിളിച്ച് ചോദിക്കുകയാണ്, മീറ്റിംഗ് പുനഃക്രമീകരിക്കാൻ സാധ്യതയുണ്ടോ? അപ്പൊ അദ്ദേഹം മറുപടി പറയുകയാണ്, അത് മാറ്റി നിശ്ചയിക്കുമോ എന്ന് എനിക്കറിയില്ല. ഇതാണ് സിറ്റുവേഷൻ. അപ്പൊ ഇത് എങ്ങനെയാണ് ഇംഗ്ലീഷിൽ ഇപ്പൊ ഇവിടെ പറഞ്ഞിരിക്കുന്നത് നമുക്ക് നോക്കാം. ഐ ഡോണ്ട് നോ വെദർ ദ മീറ്റിംഗ് വിൽ റീസ്കെഡ്യൂൾ. മീറ്റിംഗ് റീസ്കെഡ്യൂൾ ചെയ്യുമോ എന്ന് എനിക്കറിയില്ല എന്നുള്ളതിന് ഇങ്ങനെയാണ് ഇംഗ്ലീഷിൽ എഴുതിയിരിക്കുന്നത്. ഇത് ശരിയാണോ അല്ലെങ്കിൽ തെറ്റാണോ? തെറ്റാണെങ്കിൽ എങ്ങനെയാണ് ശരിയാക്കുക എന്ന് നോക്കുന്നതിന് മുൻപ് ഈ സെന്റൻസിൽ ഒരു രണ്ട് കാര്യം നമ്മൾ അറിഞ്ഞിട്ട് അതിലേക്ക് പോകാം. ഒന്ന്, ഐ ഡോണ്ട് നോ. രണ്ട്, ദ മീറ്റിംഗ് വിൽ റീസ്കെഡ്യൂൾ. ഐ ഡോണ്ട് നോ ദ മീറ്റിംഗ് വിൽ റീസ്കെഡ്യൂൾ. ഇവിടെ രണ്ട് ക്ലോസുകളുണ്ട് ഈ സെന്റൻസിൽ. അതില് ഒന്നാമത്തെ ക്ലോസിനെ മെയിൻ ക്ലോസ് അല്ലെങ്കിൽ ഇൻഡിപെൻഡന്റ് ക്ലോസ് എന്ന് പറയുന്നു. അതായത് ഐ ഡോണ്ട് നോ എന്ന ഭാഗമാണ് ഇൻഡിപെൻഡന്റ് ക്ലോസ് അല്ലെങ്കിൽ മെയിൻ ക്ലോസ് എന്നത്. രണ്ടാമത്തത് ദ മീറ്റിംഗ് വിൽ റീസ്കെഡ്യൂൾ. അത് ഡിപെൻഡന്റ് ക്ലോസ് അല്ലെങ്കിൽ സബോർഡിനേറ്റ് ക്ലോസ് എന്നുമാണ് പറയുന്നത്. അപ്പോൾ രണ്ട് ക്ലോസുകളുണ്ട്, മെയിൻ ക്ലോസും സബോർഡിനേറ്റ് ക്ലോസും. അതിന് മറ്റു പേരുകൾ ഡിപെൻഡന്റ് ക്ലോസും ഇൻഡിപെൻഡന്റ് ക്ലോസുമാണ്. ഇനി ഇതിൽ ബാക്കിയുള്ളത് വെദറാണ്. വെദർ എന്ന വാക്കിന് നമ്മുടെ ഇംഗ്ലീഷ് ഗ്രാമറിൽ പറയുന്നത് സബോർഡിനേറ്റ് അല്ലെങ്കിൽ ഡിപെൻഡന്റ് കൺജങ്ഷൻ എന്നാണ് പറയുന്നത്. ഡിപെൻഡന്റ് കൺജങ്ഷൻ. ഇത് എന്താണ് ഇവിടെ ചെയ്യുന്നത്? ഈ ഡിപെൻഡന്റ് കൺജങ്ഷൻ ശരിക്കും ഈ ഡിപെൻഡന്റ് ക്ലോസിനെ നമ്മൾ പറഞ്ഞു രണ്ട് ക്ലോസുകളുണ്ട്, മെയിൻ ക്ലോസ് അല്ലെങ്കിൽ ഇൻഡിപെൻഡന്റ് ക്ലോസും സബോർഡിനേറ്റ് ക്ലോസും. ഈ സബോർഡിനേറ്റ് ക്ലോസിനെ പ്രൊജക്ട് ചെയ്ത് കൊണ്ടുവരികയാണ് ഈ സബോർഡിനേറ്റ് കൺജങ്ഷൻ അഥവാ വെദർ ചെയ്യുന്നത്. ഇപ്പോൾ ഒരു കണ്ടീഷൻ ഉണ്ട്. ഇവിടെ ഈ സബോർഡിനേറ്റ് ക്ലോസിനെ ഇത് ഈ വെദർ പ്രൊജക്ട് ചെയ്ത് കൊണ്ടുവരുമ്പോൾ അവിടെ രണ്ട് ഓപ്ഷൻസ് ഉണ്ടായിരിക്കണം, അല്ലെങ്കിൽ ഒരു ആൾട്ടർനേറ്റീവ് ഉണ്ടായിരിക്കണം. ഈ സെന്റൻസിൽ നോക്കിയാൽ അങ്ങനെ ഉണ്ട്. ഐ ഡോണ്ട് നോ വെദർ ദ മീറ്റിംഗ് വിൽ റീസ്കെഡ്യൂൾ. മീറ്റിംഗ് റീസ്കെഡ്യൂൾ പുനഃക്രമീകരിക്കുമോ മാറ്റി നിശ്ചയിക്കുമോ എന്ന് എനിക്ക് അറിയില്ല. അതായത് ചിലപ്പോൾ മാറ്റി നിശ്ചയിക്കാം, അല്ലെങ്കിൽ മാറ്റി നിശ്ചയിക്കാതിരിക്കുകയും ചെയ്യാം. അപ്പോൾ അവിടെ ഒരു ഓപ്ഷൻ ഉണ്ട്. അങ്ങനെയുള്ള ഒരു സബോർഡിനേറ്റ് ക്ലോസിനെ പ്രൊജക്റ്റ് ചെയ്യുവാൻ വേണ്ടിയിട്ടാണ് വെദർ ഉപയോഗിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ ഈ രണ്ട് കാര്യവും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അതായത് രണ്ട് ക്ലോസുകളുണ്ട് ഇതില്, മെയിൻ ക്ലോസും സബോർഡിനേറ്റ് ക്ലോസും, പിന്നെ വെദർ ഉണ്ട്. വെദർ എന്താണ് ചെയ്യുന്നതെന്നും മനസ്സിലായി. ഇനി ഈ സെന്റൻസ് നമുക്ക് പരിശോധിക്കുന്നതിന് മുമ്പ് തെറ്റാണോ ശരിയാണോ എന്ന് പരിശോധിക്കുന്നതിന് മുമ്പ് ശരിയായിട്ടുള്ള ഒരു സെന്റൻസ് നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം. അതും ഇതും തമ്മിൽ എന്ത് വ്യത്യാസമാണുള്ളത് എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എളുപ്പത്തിൽ ക്ലാരിറ്റി കിട്ടും എന്ന് ഞാൻ കരുതുന്നു. ഈ സെന്റൻസില് തുടക്കത്തിൽ പറഞ്ഞിരിക്കുന്ന വാചകം നോക്കുക. നരേഷ് വിൽ റീസ്കെഡ്യൂൾ ദ മീറ്റിംഗ്. അത് മലയാളത്തിൽ എഴുതിയിരിക്കുന്നു, നരേഷ് മീറ്റിംഗ് മാറ്റി നിശ്ചയിക്കും. അപ്പം നരേഷ് ആണ് ഈ മീറ്റിംഗ് മാറ്റി നിശ്ചയിക്കുന്നത്. ഇവിടെ അപ്പോൾ ഈ പ്രവൃത്തി ചെയ്യുന്നയാള് നരേഷ് ആണ്. അതുകൊണ്ട് നമ്മൾ നരേഷിനെ
സബ്ജക്റ്റിന്റെ സ്ഥാനത്തില് കൊടുത്തു. അതായത് നരേഷ് ഏതൊരാളാണോ പ്രവൃത്തി ചെയ്യുന്നത് ആ പ്രവൃത്തി ചെയ്യുന്നയാളിനെ ഇംഗ്ലീഷിൽ നമ്മൾ സബ്ജക്റ്റ് എന്ന് പറയുന്നു. അപ്പോൾ ആദ്യം സബ്ജക്റ്റ് ആണ് നമ്മൾ എഴുതുക. നരേഷ് എഴുതിയിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഒരു സെന്റൻസിന്റെ സ്ട്രക്ചർ വരുന്നത് വെർബാണ് എഴുതുക. ഇവിടെ വിൽ സ്കെഡ്യൂൾ, അവൻ സ്കെഡ്യൂൾ ചെയ്യും, മാറ്റി നിശ്ചയിക്കും അല്ലെങ്കിൽ പുനഃക്രമീകരിക്കും എന്നുള്ള അർത്ഥത്തിൽ എഴുതിയിരിക്കുന്നു. സ്കെഡ്യൂൾ എന്ന് വെച്ചാൽ മാറ്റി നിശ്ചയിക്കുക, പുനഃക്രമീകരിക്കുക എന്നാണ്. ഇത് ഫ്യൂച്ചറിൽ പിന്നീട് ക്രമീകരിക്കും എന്നുള്ള അർത്ഥത്തിൽ വന്നതുകൊണ്ടാണ് നമ്മൾ വിൽ എന്ന ഓക്സിലറി വെർബ് അതിന് മുന്നിൽ ഉപയോഗിച്ചിരിക്കുന്നത്. മെയിൻ വെർബായ സ്കെഡ്യൂളിന് മുന്നിൽ റീസ്കെഡ്യൂളിന് മുന്നിൽ വിൽ ഉപയോഗിച്ചിരിക്കുന്നു. അപ്പോൾ റീസ്കെഡ്യൂൾ ചെയ്യും എന്നുള്ള അർത്ഥമായി. അത് കഴിഞ്ഞാൽ പിന്നെ വരുന്നതാണ് ദ മീറ്റിംഗ്. ദ മീറ്റിംഗ് എന്നാല് ഇത് ആക്ഷൻ റിസീവർ ആണ് ശരിക്കും ദ മീറ്റിംഗ് എന്ന് പറഞ്ഞാൽ. അതുകൊണ്ട് അതിനെ ഓബ്ജക്റ്റ് എന്ന് പറയുന്നു. ഓബ്ജക്റ്റ് എന്ന് പറയുമ്പോൾ സബ്ജക്റ്റ് ചെയ്യുന്ന ആക്ഷനെ റിസീവ് ചെയ്യുന്നത് ആരാണോ അതാണ് ഓബ്ജക്റ്റ്. ഇവിടെ ഓബ്ജക്റ്റ് ദ മീറ്റിംഗ് ആണ്. അപ്പൊ നിങ്ങൾക്ക് ഒരു ശരിയായ ഒരു രൂപം ഇപ്പോൾ കിട്ടിയിട്ടുണ്ടാവും. ഒരു സെന്റൻസ് എങ്ങനെയാണ് സ്ട്രക്ചർ ചെയ്യുക എന്ന്. സബ്ജക്റ്റ് വരണം, വെർബ് വരണം, പിന്നെ ഓബ്ജക്റ്റ് വരണം. ഇനി നമുക്ക് നേരത്തെ വന്ന ആ പഴയ സെന്റൻസിലേക്ക് വരാം. ഐ ഡോണ്ട് നോ വെദർ ദ മീറ്റിംഗ് വിൽ റീസ്കെഡ്യൂൾ. ഇതിൽ ഐ ഡോണ്ട് നോ വളരെ ക്ലിയർ ആണ്, യാതൊരു തെറ്റുമില്ല. എനിക്കറിയില്ല എന്നുള്ളത് നമ്മൾ സാധാരണ ഇംഗ്ലീഷ് സംസാരിക്കുന്ന അല്ലെങ്കിൽ ഇംഗ്ലീഷിനെ കുറിച്ച് അറിയുന്ന എല്ലാവരും ഉപയോഗിക്കുന്ന ഒരു വാചകമാണ് ഐ ഡോണ്ട് നോ. അതുകൊണ്ട് അതിൽ ഒരു തെറ്റുമില്ല എന്ന് നമ്മൾക്ക് എല്ലാവർക്കും വളരെ കൃത്യമായി അറിയാം. അത് കഴിഞ്ഞാൽ വെദർ, അതിലും തെറ്റില്ല. ഇനിയുള്ളത് ഈ സബോർഡിനേറ്റ് ക്ലോസ് ആണ്. ദ മീറ്റിംഗ് വിൽ റീസ്കെഡ്യൂൾ. മീറ്റിംഗ് പുനഃക്രമീകരിക്കും. തൊട്ടും ഏറ്റവും മുകളിൽ കാണുന്ന സെന്റൻസ് ഒന്നുകൂടി നോക്കുക. നരേഷ് വിൽ റീസ്കെഡ്യൂൾ ദ മീറ്റിംഗ്. നരേഷ് മീറ്റിംഗ് റീസ്കെഡ്യൂൾ ചെയ്യും. അപ്പൊ ഇവിടെ ജോലി ചെയ്യുന്നയാള് നരേഷാണ്, സബ്ജക്റ്റ് നരേഷാണ്. അങ്ങനെയാണെങ്കിൽ ദ മീറ്റിംഗ് വിൽ റീസ്കെഡ്യൂൾ എന്നതിന്റെ അർത്ഥം എന്താണ്? മീറ്റിംഗ് എന്നത് ഒരു നരേഷിന്റെ സ്ഥാനത്ത് വെച്ചാൽ ഈ മീറ്റിംഗിന് ജീവൻ ഉണ്ടോ? റീസ്കെഡ്യൂൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഇല്ല. ഇത് നോൺ ലിവിങ് എൻറ്റിറ്റിയാണ്, ജീവൻ ഇല്ലാത്തതാണ്. അതുകൊണ്ട് ദ മീറ്റിംഗിന് നരേഷിനെ പോലെ റീസ്കെഡ്യൂൾ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതിന്റെ അർത്ഥം ഈ സബോർഡിനേറ്റ് ക്ലോസ് തെറ്റാണ്. കാരണം മീറ്റിംഗിന് ഒരിക്കലും ഈ റീസ്കെഡ്യൂൾ ചെയ്യാനുള്ള പവർ ഇല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അപ്പോൾ പിന്നെ എന്താണ് ഇതിന് ശരിയായിട്ട് വേണ്ടത്? എന്താണ് ശരിക്കും ഇവിടെ വരേണ്ടത്? അപ്പൊ അത് ശരിക്കും വരേണ്ട മലയാള വാചകം എന്തെന്ന് വെച്ചാൽ, മീറ്റിംഗ് പുനഃക്രമീകരിക്കുമോ എന്ന് എനിക്ക് അറിയില്ല എന്നാണ് ശരിക്കും ഇവിടെ മലയാളം വാചകം വരേണ്ടത്. മീറ്റിംഗ് പുനഃക്രമീകരിക്കുമോ എന്നെനിക്ക് അറിയില്ല എന്നാണ് സുഹൃത്തിനോട് അദ്ദേഹം ഫോണിൽ കൂടെ സംസാരിക്കുന്നത്. ഇതാണ് ഇംഗ്ലീഷിലേക്ക് വരേണ്ടത്. അപ്പൊ ഇതില് ഒരു മീനിങ് അല്ലെങ്കിൽ ഒരു കാര്യം ഒളിഞ്ഞു കിടപ്പുണ്ട്. മീറ്റിംഗ് പുനഃക്രമീകരിക്കുമോ എന്നെനിക്ക് അറിയില്ല എന്ന് പറയുമ്പോൾ ഒരു തേർഡ് പാർട്ടിയാണ് ഈ മീറ്റിംഗ് പുനഃക്രമീകരിക്കുന്നത്, അല്ലെങ്കിൽ ഒരു ഓർഗനൈസർ ഉണ്ട് ഇത് ചെയ്യാൻ വേണ്ടിയിട്ട്. അല്ലാതെ ഈ നേരത്തെ കണ്ട വാചകത്തിൽ ഉള്ളതുപോലെ ദ മീറ്റിംഗ് വിൽ റീസ്കെഡ്യൂൾ, മീറ്റിംഗ് ഒരിക്കലും റീസ്കെഡ്യൂൾ ചെയ്യില്ല. മീറ്റിംഗിന് അതിനുള്ള പവർ ഇല്ല. മീറ്റിംഗ് ചെയ്യുന്നത് ഒരു തേർഡ് പാർട്ടിയാണ്. അതാണ് ഇതിന്റെ അർത്ഥം. മീറ്റിംഗ് പുനഃക്രമീകരിക്കുമോ എന്ന് എനിക്കറിയില്ല എന്ന് പറയുമ്പോൾ വേറെ ഒരാളാണ് ഇവിടെ ചെയ്യുന്നത്. അപ്പോൾ അത് എങ്ങനെയാണ് വരുന്നത് നോക്കാം. മീറ്റിംഗ് പുനഃക്രമീകരിക്കുമോ എന്ന് എനിക്കറിയില്ല എന്ന് പറയണമെങ്കിൽ ഇങ്ങനെയാണ് വരുന്നത്. ഐ ഡോണ്ട് നോ വെദർ ദ മീറ്റിംഗ് വിൽ ബി റീസ്കെഡ്യൂൾ. ഇവിടെ വിൽ ബി റീസ്കെഡ്യൂൾ വന്നിരിക്കുന്നതാണോ? അതായത് നമ്മൾക്ക് ഇവിടെ മീറ്റിംഗ് പുനഃക്രമീകരിക്കുന്ന ആളിനെ അറിയില്ല, അതിന് ഇമ്പോർട്ടൻസ് ഇല്ല. അതല്ലെങ്കിൽ പുനഃക്രമീകരിക്കുമോ എന്ന് എനിക്ക് അറിയില്ല. ഇത് രണ്ടും അറിയാത്തപ്പോൾ നമ്മൾ ഇംഗ്ലീഷിൽ ഉപയോഗിക്കുന്ന ഒരു ഗ്രാമർ ഭാഗമാണ് പാസീവ് വോയിസ് എന്നാണ് പറയുന്നത്. അതായത് നമ്മൾക്ക് ഈ പ്രവൃത്തി ചെയ്യുന്ന ആളിനെ അറിയില്ല, അല്ലെങ്കിൽ
അത് നടക്കുമോ ഇല്ലയോ എന്നുള്ളതും നമുക്കറിയില്ല. അതിന് ഇമ്പോർട്ടൻസ് ഇല്ല. അങ്ങനെ വരുമ്പോൾ നമ്മൾ ഉപയോഗിക്കുന്നതാണ് പാസീവ് വോയിസ്. അതിന്റെ ഒരു ഫോർമാറ്റ് എന്ന് പറയുന്നത് വിൽ ബി പ്ലസ് ബി ത്രീ ആണ് നമ്മൾ ഉപയോഗിക്കുന്നത്. എന്താണ് ബി ത്രീ? വിൽ ബി കഴിഞ്ഞിട്ട് ബി ത്രീ ഉപയോഗിക്കാന്ന് വെച്ചാല് ഇവിടെ സ്കെഡ്യൂൾ എന്നതാണ് മെയിൻ വെർബ്. ബി വൺ എന്ന് വെച്ചാൽ ഇവിടെ സ്കെഡ്യൂൾ ആണ്. അത് ബി ടു സ്കെഡ്യൂൾ ആണ്, ബി ത്രീ സ്കെഡ്യൂൾ ആണ്. നിങ്ങൾക്ക് ചെറിയൊരു സംശയം തോന്നും, എന്നാൽ ഞാൻ ഒന്നുകൂടി ഡീറ്റെയിൽ ആയിട്ട് പറയാം. അപ്പൊ ഈറ്റ് എന്നത് മെയിൻ വെർബാണ്. ബി വൺ ആണെന്ന് വിചാരിച്ചാൽ അതിന്റെ ബി ടു എയ്റ്റ് ആണ്. എയ്റ്റ്, ആഹാരം കഴിച്ചു, പാസ്റ്റ് ടെൻസ്. എന്നാൽ അതിന്റെ ബി ത്രീ ഈറ്റൺ ആണ്. ഈറ്റൺ. അപ്പോൾ ഈറ്റ്, എയ്റ്റ്, ഈറ്റൺ. അതുപോലെ വണ്ടി ഓടിക്കുന്നു, ഡ്രൈവ്, DRIVE, ഡ്രൈവ്. അതിന്റെ ബി ടു എന്ന് പറയുന്നത് ഡ്രോവ് ആണ്, TROVE, ഡ്രോവ് ആണ്. എന്നാൽ വണ്ടി ഓടിക്കുന്നതിന്റെ തേർഡ് ഫോം ബി ത്രീ എന്ന് പറയുന്നത് ഡ്രിവൺ ആണ്, DRIVEN, ഡ്രിവൺ. റൈറ്റ്, റോഡ്, റിട്ടൺ, ബ്രേക്ക്, ബ്രോക്കൺ. അപ്പൊ ഇങ്ങനെ ബി വൺ, ബി ടു, ബി ത്രീ ഉണ്ട്. പ്ലേഡ്, വാക്ക്. ചിലത് ഇടി മാത്രമേ വരുള്ളൂ, ചിലത് അത് നമ്മൾ വേറെ പഠിക്കാം. ഇപ്പൊ ഇതിനകത്ത് കൊണ്ടുവന്നാൽ എല്ലാം കൂടെ നമുക്കൊരു കൺഫ്യൂഷൻ വരും. അപ്പൊ എന്താണ് ബി വൺ, ബി ടു, ബി ത്രീ എന്നുള്ളത് നിങ്ങൾക്ക് പിടിയില്ലേ? അപ്പോ വിൽ ബി പ്ലസ് ബി ത്രീ ആഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് ആരെങ്കിലും ചെയ്തത് എന്നുള്ളത്, ഒരു തേർഡ് പാർട്ടിയാണ് ചെയ്തത് എന്നുള്ളത് ബോധ്യം വരുന്നത്. അതിനു വേണ്ടിയിട്ട് ഇങ്ങനെയാണ് ഉപയോഗിക്കുന്നത്. ഓക്കെ, ഇനി എന്തെങ്കിലും നമുക്ക് ഇതുമായിട്ട് കുറച്ച് സംശയങ്ങളൊക്കെ ഉണ്ടാകാം. ഇത് നിങ്ങൾ വീഡിയോ വീണ്ടും റിപ്പീറ്റ് ചെയ്ത് കണ്ടാൽ കുറച്ച് സംശയം കൂടി മാറും. പിന്നെ അടുത്ത വീഡിയോയിൽ ഇതിന്റെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. ഓക്കെ, താങ്ക് യു.